പ്രൈസ് ലോർഡ്. ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ട ദൈവവചനത്തിൻ്റെ തുടർഭാഗമായിട്ട് തന്നെ ഇന്ന് വീണ്ടും കർത്താവിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോകൾ പരിശോധിക്കുക. തുടർമാനമായ ദൈവവചന പഠനമായതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഈ വചനത്തിൻ്റെ പൂർണ്ണമായ വെളിപ്പാടിലേക്ക് നിങ്ങൾക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയും. പ്രൈസ് ഗോഡ്. മറൈൻ സ്പിരിറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചു വന്നത്. ഒരു മറൈൻ സ്പിരിറ്റ് എന്താണെന്നും എങ്ങനെയാണത് ഒരാളുടെ ജീവിതത്തിൽ ഏതൊക്കെ നിലയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. തുടർന്നും അതേ ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. മറൈൻ സ്പിരിറ്റ് പ്രധാനമായും ഒരാളുടെ ലൈഫിൽ അറ്റാക്കിംഗ് നടത്തുന്നത് അയാളുടെ ഭാവിയെ സംബന്ധിച്ചാണ്. എപ്പോഴും ആ സ്പിരിറ്റിന് ബൈബിൾ വിളിക്കുന്നത് രണ്ട് പേരിലാണ്. വക്രസർപ്പം എന്ന ഒരു പദമുള്ളപ്പോൾ തന്നെ, യെശയ്യാവിൻ്റെ പുസ്തകം 27-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു പദമുള്ളപ്പോൾ തന്നെ, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ലിവ്യാദാൻ എന്ന മറ്റൊരു പേരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വ്യത്യസ്ത പേരുകൾ അതിനുണ്ടെങ്കിലും ഒരേ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ഒരേ സ്പിരിറ്റിനെ കുറിച്ചാണ് ഇത് രണ്ടും സംസാരിച്ചു വരുന്നത്. ലിവ്യാദാന്റെ ശക്തികൾ എപ്പോഴും അറ്റാക്കിംഗ് ചെയ്യുന്നത്, ആക്ടിവേറ്റായി നിൽക്കുന്നത് സ്പിരിച്വൽ സൈഡുകൾ മാത്രമല്ല, ഭൗതിക മേഖലകളിലും എപ്പോഴും ഇവൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരിക്കും. അത് സാമ്പത്തികത്തിൽ, സമൃദ്ധിയിൽ, ആരോഗ്യത്തിൽ, അപ്പോൾ തന്നെ സോളുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ് മറൈൻ സ്പിരിറ്റുകളാണ് അതിൻ്റെ ഒരു സോഴ്സായി കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അനേകം ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ, അനേകം യൗവനക്കാരുടെ ഭാവിയെ കവർച്ച ചെയ്ത ഒരു പൈശാചികത ഇതിന് പുറകിൽ ചലിക്കുന്നതായി നമുക്ക് കാണുവാൻ പറ്റും. കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ സംസാരിച്ചു, എന്നാൽ അത് വീണ്ടും ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. ദുർബലമായ ഒരു സ്നേഹത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് കൊടുക്കുക. രണ്ട്, നിയന്ത്രിതമല്ലാത്ത സ്നേഹത്തിൻ്റെ കീഴിൽ കൊടുക്കുക എന്നിത്യാദി കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്തിൽ വളരെ കൃത്യമായി കാണുവാൻ കഴിയും. ലിവ്യാദാൻ എന്ന ശക്തി വാസ്തവത്തിൽ അതിൻ്റെ ഡിമോണിക്കൽ ട്രാക്ക് അനേകം ആളുകളുടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവിയെയും അവരുടെ വാക്തത്വങ്ങളെയും കവർച്ച ചെയ്യുന്നു. എന്തൊക്കെ ചെയ്തിട്ടും മാറാൻ കഴിയാത്ത സ്വഭാവങ്ങൾ, സോളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വലിയ മുറിവുകൾ. മൂന്നാമത്തെ മേഖല സെക്ഷുവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രീമുകൾ കാണിക്കുക എന്നുള്ളതാണ്. ഇത് മറൈൻ സ്പിരിറ്റ് വളരെ ശക്തമായി ഉപയോഗിക്കുന്ന അതിൻ്റെ വെപ്പണുകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ബൈബിൾ പഠിപ്പിക്കുന്നു, എല്ലാ സമുദ്ര തലങ്ങളിൽ വാഴുന്ന ദുർഭൂത ശക്തികളുടെയും തലവനായിട്ടാണ് ഈ സ്പിരിറ്റ് നിൽക്കുന്നത്. എന്നാൽ സങ്കീർത്തനങ്ങൾ 74-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഒരു വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 74:14, ലിവ്യാദാന്റെ തലകളെ നീ തകർത്തു, മരുഭൂവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുക്കുന്നു. വാസ്തവത്തിൽ ഈ സംഭവം പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനവുമായിട്ടുള്ള ബന്ധത്തിൽ നടക്കുന്നതാണ്. ഇസ്രായേൽ ജനം വിഷന്നാഹാരത്തിനു വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്ന മോശയോട് സംസാരിക്കുകയും മോശ ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ദൈവം അവർക്ക് കാടപ്പക്ഷികളെ നൽകി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാടപ്പക്ഷികളെ ദൈവം അവർക്ക് നൽകുന്നത് സമുദ്രത്തിൽ മറഞ്ഞു കിടക്കുന്ന ലിവ്യാദാനെ തകർത്ത് ദൈവം അത് കാടപ്പക്ഷിയായി അവർക്ക് നൽകുന്നു എന്നുള്ള ഒരു ബൈബിളിലെ ചരിത്രം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ലിവ്യാദാൻ അല്ലെങ്കിൽ മറൈൻ സ്പിരിറ്റ് എന്ന ആശയത്തിൽ നമ്മൾ അതിനെ ആഴമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ, ദൈവം അതിൻ്റെ തല തകർത്ത് ആഹാരമാക്കി നൽകി എന്ന നല്ലതുപോലെ പഠിപ്പിക്കുന്ന ആ വാക്കിൻ്റെ ഒരു സ്പിരിച്വൽ മീനിങ്, ലിവ്യാദാന്റെ തല തകരുമ്പോൾ വാക്തത്വങ്ങളുടെയും സമൃദ്ധിയുടെയും ഭാവിയുടെയും ദർശനത്തിൻ്റെയും വീണ്ടെടുപ്പുകളാണ് വാസ്തവത്തിൽ ഒരാളിൽ സംഭവിക്കുന്നത്. അതാണ് അവർക്ക് ആഹാരമായി നൽകുന്നത്. ഭൗതിക ശരീരത്തിനുള്ള ആഹാരം എന്ന ആശയത്തിൽ മാത്രം അതിനെ കാണരുത്. ലിവ്യാദാന്റെ ശക്തികളെ തകർത്താൽ മാത്രമേ സ്പിരിറ്റ് മാന്റെ ഭക്ഷണമായ ഡിവൈൻ ഗൈഡൻസുകൾ ഒരാളുടെ ലൈഫിൽ പൂർണ്ണമായും പ്രാപിക്കുക കഴിയുകയുള്ളൂ. ഞാൻ ഇച്ചിരി കൂടെ വേഗത്തിൽ ഈ പദത്തെ ഒന്ന് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാം. ഈ മറൈൻ സ്പിരിറ്റുകളുടെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ കീഴിൽ ഒരാൾ അടിമയാക്കപ്പെട്ടാൽ ഒരു തവണ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തവണ സെക്ഷുവൽ ഡ്രീമുകളിലൂടെയോ അല്ല
സാമ്പത്തിക സമൃദ്ധിയെ തകർത്തുകൊണ്ടോ ഭാവിയെ തകർത്തുകൊണ്ടോ ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടോ ഏതെങ്കിലും ഒരു തവണ മറൈൻ സ്പിരിറ്റിൻ്റെ അറ്റാക്കിംഗ് ഒരാളുടെ ലൈഫിൽ ഉണ്ടായാൽ പിന്നീട് ആ സ്പിരിച്വൽ ഗവൺമെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനെ പോലെ മറൈൻ സ്പിരിറ്റ് ആ വ്യക്തിയെ കാണാൻ തുടങ്ങും. ഞാനതിനെ കുറച്ചും കൂടെ നന്നായിട്ട് പറഞ്ഞാൽ ആ സ്പിരിറ്റിൻ്റെ ജീവനക്കാരനായി ആ മനുഷ്യൻ മാറും എന്നുള്ളതാണ്. എക്കാലത്തും ഒരിക്കലും സ്വാതന്ത്ര്യം ഇല്ലാത്ത നിലകളിൽ അത് മാറും. അതുകൊണ്ട് തന്നെ മറൈൻ സ്പിരിറ്റിൻ്റെ അറ്റാക്കുകൾ ഒരു പ്രാർത്ഥന കൊണ്ടോ ഒരു ശാസന കൊണ്ടോ ഒരു ആമേൻ കൊണ്ടോ പലപ്പോഴും പലരുടെയും ലൈഫിൽ നിന്ന് വിട്ടുമാറുന്നതായി കാണാൻ കഴിയുകയില്ല. അതൊരു തുടർക്കഥകൾ പോലെ ചരിത്രം പോലെ സംഭവിക്കും. എന്നാൽ എങ്ങനെ ഈ ശക്തിയിൽ നിന്ന് ഒരാൾക്ക് പുറത്തു വരാം? അതിന് റോമാലേഖനം 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് പറയുന്നത്, ഇതിനെ ജയിക്കാൻ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധമായിട്ടല്ല നീതിയുടെ ആയുധമായി സമർപ്പിക്കുക അത്രേ വേണ്ടുന്നത്. അപ്പോൾ മറൈൻ സ്പിരിറ്റിന്റെ അറ്റാക്കുകളിൽ നിന്ന് ഒരാൾക്ക് എങ്ങനെ മോചനം നേടാം? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അയാൾ തൻ്റെ അവയവങ്ങളെ ദൈവത്തിൻ്റെ ആയുധങ്ങളായി സമർപ്പിക്കുക എന്നുള്ളത്. ഒരു പദം കൂടെ ഞാൻ ഇതിനോടൊപ്പം ചേർക്കട്ടെ. മറൈൻ സ്പിരിറ്റ് ഒരാളുടെ ലൈഫിനകത്ത് അറ്റാക്കിംഗ് നടത്തുന്നത് എപ്പോഴും അയാളുടെ ആത്മീക വളർച്ചയുടെ അടിസ്ഥാനത്തിലാണ്. ഈ ഫൈറ്റുകൾ അധികമായി എപ്പോഴും നേരിടുന്നത് ആത്മീക ശൈശവത്വത്തിൽ നിൽക്കുന്നവരോടുള്ള ബന്ധത്തിലാണ്. ആത്മീക ശൈശവത്വത്തിൽ തുടരുന്നവരോടുള്ള ബന്ധത്തിലാണ് അധികമായിട്ടും ഇതിൻ്റെ ഫൈറ്റുകൾ ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഏരിയകളിലുള്ള പൈശാചിക ലോക്കുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഡെവിൾ കവനന്റുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പൈശാചിക കൂട്ടായ്മകൾ ഇന്നലകളിൽ നിങ്ങളുടെ ലൈഫിൽ മാത്രമല്ല പിതാക്കന്മാരുടെ ചരിത്രത്തിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുഖാന്തരം നിങ്ങളുടെ ആത്മീക ശൈശവത്വത്തെ മനസ്സിലാക്കി പിശാച് നിങ്ങൾക്കെതിരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതിനെ ജയിക്കാൻ നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിൻ്റെ ആയുധങ്ങളാക്കി മാറ്റുക. അത് ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് സാഹചര്യങ്ങളിലകത്താണെങ്കിലും ദൈവത്തിൻ്റെ ആയുധമാക്കി നിങ്ങളുടെ അവയവങ്ങളെ മാറ്റുക എന്നുള്ളതാണ്. 2, ഇതിൻ്റെ ഏറ്റവും ശക്തമായ ഡെലിവറൻസിന് സംഭവിക്കേണ്ടുന്ന 2 പദം കൂടെ ആവർത്തിക്കാം. 1, അവയവങ്ങളെ ദൈവത്തിൻ്റെ ആയുധങ്ങളായി സമർപ്പിക്കുക. 2, വിൽഡർനെസ് എക്സ്പീരിയൻസ് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. മരുഭൂമിയുടെ അനുഭവം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഡ്രൈ ആക്കുക എന്നുള്ളതാണ്. പിശാചിൻ്റെ സ്വാധീന വലയം വരാൻ സാധ്യതയുള്ള മേഖലകളെ മനഃപൂർവ്വം ഡ്രൈ ആക്കുക. പാപത്തെ വിട്ട് ഓടുക എന്നൊരു പദം വിശുദ്ധ വേദപുസ്തകത്തിനകത്തുണ്ട്. പാപത്തെ വിട്ട് ഓടി മറിയുക എന്നൊരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. ഡ്രൈ ആക്കുക, വിൽഡർനെസ് എക്സ്പീരിയൻസ് ലൈഫിനകത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. 3, ഈ മറൈൻ സ്പിരിറ്റിന്റെ മുകളിലുള്ള ജയത്തിന്റെ 3ാമത്തെ സാധ്യത ഫാസ്റ്റ് ആൻഡ് പ്രയർ എന്നുള്ളതാണ്. ഉപവാസവും പ്രാർത്ഥനയും. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? ഉപവാസവും പ്രാർത്ഥനയും, വിൽഡർനെസ് എക്സ്പീരിയൻസ്, അവയവങ്ങളെ സമർപ്പിക്കുക. ഇത് 3ഉം വാസ്തവത്തിൽ നമ്മുടെ സോളിന്റെ ഡെലിവറൻസിന് വേണ്ടി നമ്മുടെ ബോഡിയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മറൈൻ സ്പിരിറ്റിന്റെ അറ്റാക്കിങ്ങിനെ ജയിക്കാൻ ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഉപവാസവും പ്രാർത്ഥനയും. നിശ്ചയമായിട്ടും ജീവിതത്തിൽ അത് അനുസരിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. 4, ഈ പൈശാചിക തലത്ത് ജയിക്കുവാൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 4ാമത്തെ മേഖല എബ്രായ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ആത്മീക ശൈശവത്വം അവസാനിപ്പിച്ച് കട്ടിയായ ആഹാരം ഭക്ഷിക്കുക എന്നുള്ളതാണ്. എബ്രായ ലേഖനത്തിലെ ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് തിരിക്കുകയാണ്. എബ്രായ ലേഖനത്തിനകത്ത് ദൈവത്തിന്റെ ദാസൻ വളരെ കൃത്യമായി നമ്മളോട് പറയുന്നൊരു പദമുണ്ട്, ശൈശവത്വം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ആ വാക്യം ഇങ്ങനെയാണ്, 5:13-14: പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. 14-ാമത്തെ വാക്യം: കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുമായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ.
മറൈൻ സ്പിരിറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ജയം നേടാൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യം പാൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കട്ടിയായ ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കാൻ ശീലിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദം ഇങ്ങനെയാണ്: നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയജയങ്ങൾ ഉണ്ടാകണം. ഇന്ദ്രിയജയങ്ങളുടെ മുകളിൽ ഉണ്ടായ ആഭികാരിക ജയത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് മറൈൻ സ്പിരിറ്റുകളെ ജയിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ കണ്ണുകളോട് ഫൈറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ നാവിനോട് ഫൈറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ ബുദ്ധിയോട് ഫൈറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ ശരീര അവയവങ്ങളോട് ഫൈറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളോട് ഫൈറ്റ് ചെയ്യുന്ന ഈ പൈശാചിക തലത്തെ കട്ടിയായ ഭക്ഷണം കഴിച്ചു മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, ആത്മീക ശൈശവത്വത്തിൽ തുടരുന്നവരെ ഇപ്പോഴും മറൈൻ സ്പിരിറ്റ് അറ്റാക്കിംഗ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ മറൈൻ സ്പിരിറ്റിന്റെ ഫൈറ്റ് അറ്റാക്കിംഗ് നേരിടുന്നവരാണെങ്കിൽ ഒരു വചനം നിങ്ങളോട് ശാന്തമായി പറയാം: നിങ്ങളിപ്പോഴും ആത്മീക ശൈശവത്വത്തിൽ തുടരുന്നു. എന്നാൽ ആ ഡൈമെൻഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നാൽ, കട്ടിയായ ആഹാരം കഴിക്കാൻ നിങ്ങൾക്ക് പറ്റിയ പുതിയ നിയമത്തിന്റെ വെളിപ്പാടുകൾ, ക്രിസ്തു കേന്ദ്രീകൃതമായ ആത്മീക ദൂതുകൾ എന്നിത്യാദി ഘടകങ്ങളിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങളുടെ ലൈഫിൽ അവയ്ക്ക് മുകളിൽ ആഭികാരിക ജയം നേടാൻ പറ്റും. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന സെക്ഷുവൽ ഡ്രീമുകളിൽ നിന്ന്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കടന്നു പോകുന്ന പൈശാചിക നുഖങ്ങളിൽ നിന്ന്, എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും നിങ്ങൾക്ക് വിട്ടുമാറാൻ കഴിയാതെ നിൽക്കുന്ന പൈശാചിക തലങ്ങളിൽ നിന്ന് ഈ വചനത്തെ വിശ്വസിച്ച് ഫാസ്റ്റ് ആൻഡ് പ്രയർ, വിൽഡർനെസ് എക്സ്പീരിയൻസ്, ഇന്ദ്രിജയങ്ങളെ ദൈവവചനം എന്ന കട്ടിയായ ആഹാരത്താൽ തഴക്കത്താൽ കൊണ്ടുവരിക. 4, ഈ മേഖലയിൽ നിങ്ങൾക്ക് ക്രിസ്തുവിലുള്ള വിജയത്തെ നിങ്ങൾ പ്രസിദ്ധമാക്കുക. നിശ്ചയമായിട്ടും ഈ കുരുക്കുകൾ നിങ്ങളെ വിട്ടുമാറും. തുടർന്നുള്ള ഭാഗങ്ങൾ നിശ്ചയമായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവറ്റകളുടെ മുകളിൽ ആഴമായ വിജയം ക്രിസ്തുവിൽ എങ്ങനെ പൂർണ്ണമാകും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വീണ്ടും ധ്യാനിക്കാം. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. ഇവരെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അറ്റാക്കിംഗ് നടത്തുന്ന എല്ലാ മറൈൻ സ്പിരിറ്റുകളും അവരെ വിട്ട് മാറിപ്പോകട്ടെ. സെക്ഷുവൽ ഡ്രീമുകളിൽ നിന്ന് ഇപ്പോൾ ആ ജനം ഫ്രീ ആകട്ടെ. പ്രാർത്ഥിച്ച് ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.